മൃഗസംരക്ഷണ വകുപ്പിന്റെ ഇരിട്ടി റിൻഡർപെസ്റ്റ് ഇറാഡിക്കേഷൻ ചെക്ക് പോസ്റ്റിനായി സംസ്ഥാന അതിർത്തി പ്രദേശമായ കൂട്ടുപുഴയിൽ പുനഃസ്ഥാപിച്ച പ്രീ ഫാബ്രിക്കേറ്റഡ് സാറ്റലൈറ്റ് കണ്ടെയ്നർ ഓഫീസിന്റെ ഉദ്ഘാടനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഓൺലൈനായി നിർവഹിച്ചു. അതിർത്തി കടന്നുവരുന്ന മൃഗങ്ങളുടെ പക്ഷികളുടെയും പരിശോധന കാര്യക്ഷമമാക്കുവാനും എക്സൈസ് മുതലായ വകുപ്പുകളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ തക്കവിധം സംസ്ഥാന അതിർത്തിയിൽ തന്നെ കൂട്ടുപുഴയിൽ ഇന്ന് ഒരു സാറ്റലൈറ്റ് കണ്ടെയ്നർ ഓഫീസ് സ്ഥാപിതമാവുകയാണ്. ആയതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഏറ്റവും സന്തോഷത്തോടെ ഇവിടെ നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിൻസ് ടി മാത്യു അധ്യക്ഷനായി. പായം പഞ്ചായത്ത് പ്രസിഡന്റ് എം വിനോദ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. പായം പഞ്ചായത്ത് മെമ്പർമാരായ ഡെന്നിസ് മാണി, ആൻഡോ പി എം, ഉളിക്കൽ പഞ്ചായത്ത് അംഗം നിഷ ജോസഫ്, ഡോക്ടർ സി പി ധനഞ്ജയൻ, ഡോക്ടർ എസ് മകേഷ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ആർ ലിജുമോൻ, അമർജിത്ത്, വി ബാലകൃഷ്ണൻ, കെ എഫ് അൽഫോൺസ്, ജിജോ അടവിനാൽ, പി കെ ചന്ദ്രൻ, മുഹമ്മദ് ബഷീർ, ഡോക്ടർ കിരൺ വിശ്വനാഥ്, ഡോക്ടർ ബി ജയശ്രീ എന്നിവർ സംസാരിച്ചു. ഒരു കൂട്ടത്തിൽ 100-200 വരുന്ന കന്നുകാലികളെ നടത്തിക്കൊണ്ട് വരുന്ന ഒരു പ്രദേശം വള്ളിത്തോട് അതിൻ്റെ ഒരു കേന്ദ്രമാണ്. കന്നുകാലി ചന്ത തന്നെ പ്രവർത്തിക്കും. അപ്പോൾ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, കോഴിക്കോട് ജില്ലയിൽ ഇവിടെ നിന്നാണ് അത്തരത്തിലുള്ള ഒരു വലിയ ബിസിനസ് കേന്ദ്രം തന്നെ. അത് പതുക്കെ മാറി നമ്മുടെ നിയമത്തിലെല്ലാം മാറ്റം വരുത്തി ആവശ്യമായ ചട്ടത്തിൽ ഭേദഗതിയെല്ലാം കർശനമായിട്ടുള്ള നിയന്ത്രണം ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. എന്നാലും ഏറ്റവും വരുന്ന വരുമാനം ലഭിക്കുന്ന അതോടൊപ്പം കർശന നിയന്ത്രണം ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ട ഒരു മേഖല തന്നെയാണിത്. ഇതൊരു സാറ്റലൈറ്റ് സെന്ററായിട്ടാണ് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഇതുവരെ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാർ എല്ലാ പ്രയാസങ്ങൾ നിറഞ്ഞ അന്തരീക്ഷത്തിലായിരുന്നു പോകുന്നത്. ഇപ്പോൾ ചെറുതാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഏറ്റവും നല്ല ആധുനിക നിലവാരത്തിലുള്ള ഒരു സാറ്റലൈറ്റ് സെന്ററാണ്.